നിങ്ങൾ ഈ ജീവിതത്തിലും അതേപോലെ തന്നെ വരും ജീവനിലും സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാ തരത്തിലും ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാ തരത്തിലുമുള്ള സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വിചാരിക്കും ധാരാളം ധനം സമ്പാദിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ധനം സമ്പാദിക്കണം. പക്ഷേ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള സുഖവും സന്തോഷവും വീണ്ടും ധനവും നിങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ അഭ്യസിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ദാനമാണ്. ഇന്ന് നിങ്ങൾക്ക് ധനം ലഭിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നോ ദാനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ചൊല്ല് നിങ്ങൾ കേട്ടിരിക്കാം, ആസ് യു സോ സോ യു റീപ്പ്. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. നീ ഒരു വിത്താണ് വിതച്ചിരിക്കുന്നത്, പക്ഷേ പ്രകൃതി നിനക്ക് 100 വിത്തായിട്ടായിരിക്കും തിരിച്ചു തരിക. അതിനാൽ നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സന്തോഷവാനായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ ദാനം കൊടുക്കാൻ തുടങ്ങുക. എങ്ങനെയാണ് ദാനം കൊടുക്കേണ്ടത്? എൻ്റെ കയ്യിൽ കാശില്ല. നിങ്ങൾ ദിവസവും 1 രൂപ ഏതെങ്കിലും മൃഗങ്ങൾക്ക് ഭക്ഷണത്തിനായിട്ട് 1 രൂപ വിനിയോഗിക്കുക, അല്ലെങ്കിൽ 1 രൂപ ഏതെങ്കിലും ഭിക്ഷക്കാരന് കൊടുക്കുക. അങ്ങനെ ദിവസവും 1 രൂപ അങ്ങനെ നിങ്ങൾ തുടങ്ങുക. പിന്നീട് നിങ്ങൾ ഇങ്ങനെ ദിവസവും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ദാനം കൊടുക്കാനുള്ള ആ ശീലം കൂടി വരികയും ആ എമൗണ്ട് കൂടുകയും ചെയ്യും. അതോടുകൂടി നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കിട്ടും, കൂടുതൽ സമാധാനം കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ദാനം കൊടുക്കുന്നുവോ അത്രത്തോളം അതിനേക്കാളും എത്രയോ ഇരട്ടി പണം നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരുന്നത് കാണാം. അതുകൂടാതെ നിങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബമോ അല്ലെങ്കിൽ നിങ്ങളുടെ കാറോ ബംഗ്ലാവോ സ്ഥലമോ ഒന്നും കൂടെ വരില്ല. പക്ഷേ ഈ കൊടുത്ത ദാനത്തിൻ്റെ ഫലം മാത്രമേ നിങ്ങളുടെ കൂടെ വരൂ. പുണ്യവും പാപവും മാത്രമേ നിങ്ങളുടെ കൂടെ വരൂ. അതിനാൽ എല്ലാ പാപവും ഉപേക്ഷിക്കുക. ഹിംസ, കൊല്ലൽ ഒരു പാപമാണ്. അത് ആദ്യമായിട്ട് ഉപേക്ഷിക്കുക. എന്നിട്ട് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുക. തീർച്ചയായിട്ടും ആ ഫലങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. നിങ്ങൾ കൂടുതൽ ധനവാനാകും, കൂടുതൽ സന്തോഷവാനാകും, കൂടുതൽ സമാധാനമുള്ളവനാകും. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക.